കുറച്ച് ദിവസങ്ങളായിട്ട് മലയാളികൾ ഏറ്റവും കൂടുതൽ ഭയത്തിലാഴ്ത്തുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ എന്നുള്ളതും. ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ടല്ല, നമ്മൾ ഒരുപാട് നാളുകളായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിഷയം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് എല്ലാ സീസൺ പോലെ ആയി. ഇതിപ്പോൾ ഒരു മഴയോ അല്ലെങ്കിൽ പ്രളയമോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുരന്തമോ വരുമ്പോൾ മാത്രം മലയാളികൾ ഓർക്കുന്ന ഒരു സബ്ജക്റ്റായി മാറി മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റിയിട്ട്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാനിങ്ങനെ ഒരു വിഷയത്തിനോടും റിയാക്ഷൻ വീഡിയോസ് ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിച്ചത് ഒരു വീഡിയോ ആണ്. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ദുരന്തത്തിന്മേൽ ദുരന്തം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ കേരളത്തിൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഓരോ വർഷവും ഓരോ ദുരന്തമാണ്. അതുപോലെ തന്നെയാണ് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ അത്രയ്ക്കും നമ്മളിങ്ങനെ ഓരോ ദുരന്തങ്ങൾ വരുമ്പോഴും നമ്മളതും അതിജീവിച്ച് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഇപ്പോൾ ആരും ഇല്ല എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ജനങ്ങൾ മാത്രമാണ് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതും നമ്മുടെ ടെൻഷൻസ് തുറന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് വേണ്ടി പറയാൻ വേണ്ടിയിട്ട് സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് ഇല്ല, യൂട്യൂബേഴ്സ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ പവറുള്ള, അതായത് ഫിലിം ആക്ടേഴ്സ് അതുപോലെ തന്നെ ആരും തന്നെ ഇതിനു വേണ്ടി സംസാരിക്കുന്നുമില്ല. അവർക്ക് വേണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം, കാരണം അവർ അത്രയും ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരാണ്. അവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാമെങ്കിൽ പ്രൊട്ടസ്റ്റ് ചെയ്യാം, അവർക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു പ്രൊട്ടസ്റ്റ്. പക്ഷെ ആരും തന്നെ ഈ ഒരു ഇഷ്യൂവിനെ പറ്റി സംസാരിക്കുന്നില്ല. മീഡിയാസ് ആയാൽ പോലും 2-3 മീഡിയാസ് ഒഴിച്ച് വേറെ ആരും തന്നെ ഈ ഒരു ഇഷ്യൂവിനെ പറ്റി ചർച്ച ചെയ്യുന്നില്ല. പിന്നെ ഒരുപാട് പേര് കമൻറ്റ്സ് ചെയ്യുന്ന കണ്ടു. അതായത് ഇങ്ങനൊരു ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ, അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ, പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു മിഡിൽ പാർട്ട് ഓഫ് കേരളം മാത്രമേ അത് എഫക്റ്റ് ചെയ്യത്തുള്ളൂ. ബാക്കി അതിന് മുകളിലോട്ടുള്ള ഡിസ്ട്രിക്റ്റ്, അതായത് കണ്ണൂർ, കോഴിക്കോട് അങ്ങനെയുള്ള ഡിസ്ട്രിക്റ്റും അതുപോലെ ട്രിവാൻഡ്രം, കൊല്ലം അവരൊക്കെ സേഫ് ആണെന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമ്മളെല്ലാവരും സേഫ് ആവുമെന്ന്? ഒരിക്കലുമില്ല. കാരണം ഈ ഒരു ഡാം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ ആ വെള്ളം ഫുള്ള് പോകുന്നത് അറബിക്കടലിലോട്ടാണ്. അപ്പോൾ അവിടുത്തെ വെള്ളം മൊത്തം തിരിച്ചടിച്ച് അതായത് ബാക്കിയുള്ള സ്റ്റേറ്റ്സിനെയും തിരിച്ചെടുക്കും. അല്ലെങ്കിൽ അവിടെ കിടന്ന് ഡെഡ് ബോഡീസൊക്കെ ജീർണിച്ച് അതുപോലെ തന്നെ അഴുകി അവിടെ ഇല്ലാത്ത അസുഖങ്ങളൊക്കെ ഉണ്ടാവും. ആ അസുഖങ്ങൾ വഴി നമ്മളൊക്കെ, അതായത് ബാക്കിയുള്ള ഡിസ്ട്രിക്ട്സിലുള്ള എല്ലാവരും തന്നെ പോകും. അത് കുറച്ചൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളം എന്നുള്ളത് വെറും ഒരു നാമം മാത്രമാവും. ഇപ്പോൾ നമ്മൾ പണ്ടത്തെ കഥകളൊക്കെ പറയുന്ന പോലെ, പണ്ടൊരു നാട്ടിലൊരു രാജാവ് രാജ്ഞി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഇങ്ങനെ പറയേണ്ടി വരും. പണ്ട് ഒരു കേരളം എന്നുള്ളൊരു സ്റ്റേറ്റ് ഉണ്ടായിരുന്നു അങ്ങനെയുള്ളൊരിത് മാത്രമായിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ ആരും സേഫ് അല്ല. നമുക്ക് വേണ്ടി നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും കൂടി പ്രൊട്ടസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതായത് നമ്മളെല്ലാവരും ഇറങ്ങണം, നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാം തന്നെ നിർത്തിവെക്കാം. അതായത് ഇപ്പം നമ്മൾ വർക്കിന് പോകുന്നുള്ളവരാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്നവർ എല്ലാം തന്നെ ഒരു പണിമുടക്ക് പോലെ തന്നെ നമ്മളെല്ലാവരും സ്റ്റോപ്പ് ചെയ്ത് ഇതിനൊരു പ്രതിവിധി ഇതിനെതിരെ ഒരു ആക്ഷൻ ഉണ്ടാവുന്നത് വരെ നമ്മളെല്ലാവരും കാരണം നമ്മുടെ ജീവൻ്റെ കാര്യമാണ്. അതിൽ പരം വേറൊരു കാര്യമില്ല ഈ ലോകത്ത്. ജീവൻ പോയാൽ പിന്നെ ഒന്നുമില്ല. അപ്പം നമ്മുടെ ജീവൻ്റെ കാര്യമാണ്. അപ്പം നമ്മൾ എല്ലാവരും ഒന്ന് ഒരുമിച്ച് ഇറങ്ങുക. ഒരുമിച്ച് നമ്മൾക്ക് ഇതിനെതിരെ ഒരു ആക്ഷൻ ഉണ്ടാവുന്നത് വരെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അല്ലാതെ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരും തന്നെയില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇരുന്നതല്ല. പക്ഷേ ഇങ്ങനൊരു വീഡിയോ അല്ലെങ്കിൽ ഒന്ന് റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളോടും ഷെയർ ചെയ്യണമെന്ന് തോന്നി ആ ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഞാൻ രാവിലെ ഇങ്ങനെ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പം ഒരു റീൽസ് കണ്ടു. റീൽസാണോ ഷോർട്സ് ആണോ എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, വാട്ടവർ. അപ്പോൾ അതിൽ കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു വീഡിയോ ആയിരുന്നു. അതായത് സേവ് കേരള എന്ന് പറഞ്ഞിട്ടൊരു ക്യാപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതിൽ കണ്ടൊരു വീഡിയോ എന്ന് പറയുന്നത്
ഒരു മലവെള്ള പാച്ചിലിൻ്റെ ഒരു വീഡിയോ ആണ്. ബട്ട് ആക്ച്വലി അത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം. ഇപ്പം നമ്മുടെ വയനാട്ടിൽ നടന്ന എന്താണെന്നുള്ളതൊക്കെ നമുക്കറിയാം, നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. പക്ഷേ ഇതിന് പുറത്തുള്ളവർക്ക്, ഇപ്പോൾ വേറെ സ്റ്റേറ്റ്സിലുള്ളവർക്ക് ഇവിടെ ശരിക്കും എന്താ നടന്നത്, ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് അവർക്കറിയില്ല. അപ്പോൾ ശരിക്കും അവർ വിചാരിച്ചിരിക്കുന്നത് ഇതാ വയനാട്ടിൽ നടന്നൊരു വീഡിയോ ആണ് എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞു തരാം. അതായത് ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. പക്ഷേ അത് നല്ല ഫോഴ്സിൽ വീഴുന്ന, ഫോഴ്സിൽ വാട്ടർഫാൾസ് വന്ന് വീഴുന്ന, അത് മഴക്കാലത്തുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. അപ്പം അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതെന്താണെന്ന്. പക്ഷേ ബാക്കിയുള്ളവർക്ക്, അത് വേറെ സ്റ്റേറ്റ്സിലുള്ളവർക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ പോരാത്തതിനൊരു ക്യാപ്ഷനും കൂടെ ഉണ്ടായിരുന്നു, സേവ് കേരള എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആരായാലും അത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അപ്പോൾ അതിനിടയിൽ ഒരുപാട് കമൻസ് ഉണ്ട്, അതായത് നമ്മുടെ തമിഴ്നാട്ടിലുള്ള ആൾക്കാരുടെ ഒരുപാട് കമൻസ് ഉണ്ട്. കമൻസൊക്കെ കണ്ടിട്ടാണ് എനിക്ക് അത്രയും ഹേർട്ട്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയത്. അതായത് ഒരുപാട്, അതിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു കമൻറ്റാണ് എന്നെ വളരെയധികം വേദനിപ്പിച്ചത്. അതായത് നമുക്ക് വെള്ളം തരാത്ത ലിറ്ററലി പറയുവാണെങ്കിൽ ഡോഗ്സ്, അതിൻ്റെ തമിഴ് എന്താണ് പറയുക, അത് നിങ്ങൾ ചേർത്താൽ മതി. നമുക്ക് വെള്ളം തരാത്ത ഡോഗ്സിന് നമ്മൾ എന്തിന് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്തിന് സേവ് കേരള, അല്ലെങ്കിൽ നമ്മൾ പ്രേ ഫോർ കേരള, അതൊക്കെ നമ്മൾ എന്തിന് ചെയ്യണം എന്നുള്ളതായിരുന്നു ഒരാളുടെ കമൻറ്റ്. പിന്നെ അതിനിടയിൽ ഒരുപാട് കമൻസ് ഉണ്ട്, ഫുള്ള് തമിഴാണ്. എല്ലാത്തിൻ്റെയും കണ്ടൻറ്റ് ഇങ്ങനെ തന്നെയാണ്. നമുക്ക് ഇവരാണ് വെള്ളം തരാൻ വേണ്ടിയിട്ട് മടിക്കുന്ന, ഇവർക്കൊക്കെ ഇതല്ല, ഇതിനപ്പുറവും സംഭവിക്കും എന്നുള്ളതൊക്കെ, അങ്ങനെ ഒരുപാട് കമൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന, ഒരു കേരളം അല്ലെങ്കിൽ ഒരു മലയാളി എന്നുള്ള രീതിയിൽ ആർക്കായാലും അത് വേദനിക്കുന്ന കാര്യമാണ്. അപ്പം നമുക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. പക്ഷേ അപ്പുറത്തൊരു ഫേസിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അവർ വിചാരിക്കുന്നത് നമ്മൾ വെള്ളം കൊടുക്കുന്നത്, ഇത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല, ഇത് ഫുള്ള് തീരുമാനിക്കുന്നത് പൊളിറ്റീഷ്യൻസും അവരൊക്കെയാണ്. ഇത് ഫുള്ള് തീരുമാനിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. പക്ഷേ അവർ ഫുള്ള് പഠിച്ചായിരുന്നത് നമ്മൾ സാധാരണ ജനങ്ങളെയാണ്. അപ്പോൾ അവർ ഫുള്ള് പറയുന്നത്, അതായത് ഇപ്പോൾ വയനാട്ടിൽ നടന്ന ഇഷ്യൂ വെച്ചിട്ടായിരിക്കും അവർ പറയുന്നത്. അതായത് ഇവർക്ക് ഇതൊക്കെ സംഭവിക്കുന്നതും, അതായത് അവർക്ക് വെള്ളം കൊടുക്കാത്തത് കൊണ്ടാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും എന്ന് വരെ ഒരുപാട് കമൻസ് കണ്ടു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അവരങ്ങനെയൊക്കെയാണ് ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവനിലുള്ള ഭയം കൊണ്ടാണ് നമ്മളിതൊക്കെ പറയുന്നത്. അത് ഒട്ടും സേഫ് അല്ലാത്തൊരു കാര്യമാണ്. അപ്പോഴും അവർക്ക് വേണ്ടത് എന്താണ്, വെള്ളമാണ്. വെള്ളമാണ് ഓക്കെ അവർക്ക് വേണ്ടതാണ്. പക്ഷെ നമ്മളത് വെള്ളം കൊടുക്കൂല, നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല. പുതിയൊരു ഡാം പണിയണം, അവർക്കുള്ള വെള്ളം അവർക്ക് കൊടുക്കണം എന്നേ നമ്മൾ പറയുന്നുള്ളൂ. പക്ഷെ അവർ ചിന്തിക്കുന്നത് അവരുടെ ആ ഒരു സ്ഥലത്ത്, അതായത് തമിഴ്നാട്ടിലൊക്കെ പറയുന്നത് നമ്മളവർക്ക് വെള്ളം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഇടയിലുള്ള റൂമർ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്, അപ്പോൾ രണ്ട് ഫേസ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനിടയിൽ നമ്മൾ നിസ്സഹായരാണ്, സാധാരണ ജനങ്ങൾ നിസ്സഹായരാണ്. ഇതിനൊക്കെ തീരുമാനമെടുക്കുന്നത് രണ്ടു പേർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാലും ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണിത്. ഇത് ഫുള്ള് തീരുമാനിക്കേണ്ടത് മുകളിലുള്ള ആൾക്കാരാണ്. അവർ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതായത് നമ്മുടെ സാധാരണ ജനങ്ങളാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക.